ഗുരുവായൂർ കല്യാണത്തിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് കുറേ ആൾക്കാരാണ് കേട്ടോ ഇവിടെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഗുരുവായൂരിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതിനുശേഷം എങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാന്നുള്ള കാര്യം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നൊരു സൈറ്റ് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു സൈറ്റിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 വര ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ട് പോയി കഴിഞ്ഞാൽ അതർ സർവീസ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് മാരേജ് എന്നൊരു ഓപ്ഷൻ കാണും, അതെടുക്കാം കേട്ടോ. അതെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് ഒക്കെ കാണും, നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്നിട്ട് അതിനകത്ത് കൺഫേം കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു ഫോം ആട്ടോ വരിക. ഇതിനകത്ത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ മാരേജിൻ്റെ ഡേറ്റ് കൊടുക്കുക, തെറ്റരുത് കേട്ടോ. അതുപോലെ തന്നെ പ്രിഫേർഡ് ടൈം സ്ലോട്ട് 5 മണി മുതൽ 10 മണി വരെയുള്ള സ്ലോട്ട് ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴാണോ അവിടെ എത്തിയിട്ട് താലി കെട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടൈമാണ് കൊടുക്കേണ്ടത്. പിന്നെ 750 രൂപയാണ് നമുക്ക് നോർമലി അടയ്ക്കാനുള്ളത്. എന്നിട്ട് ആദ്യത്തെ ഈ ഒരു കോളത്തിൽ നിങ്ങളുടെ ചെക്കൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ആളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ID പ്രൂഫ് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഏത് ID പ്രൂഫാണ് കൊടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ നമ്പർ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പെണ്ണിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ കൊടുക്കുക. പിന്നെ നിങ്ങളോട് ഇവിടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ വേണമെന്നുള്ളത്, അത് എസ് കൊടുക്കുക. 2 പേരെയാണ് അലോ ചെയ്യുള്ളൂ. അതിപ്പോൾ 4 പേരായാലും കുഴപ്പമൊന്നുമില്ല. നമ്പർ ഓഫ് പേഴ്സൺ നമുക്ക് മാക്സിമം 8 പേരേ ഉള്ളൂ. അപ്പോൾ ആ 8 പേര് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 500 രൂപ ഫോട്ടോഗ്രാഫേഴ്സിനും 750 രൂപ നോർമൽ ചാർജ് അടക്കം 1250 രൂപയാണ് നമുക്ക് അടയ്ക്കാൻ വരുന്നത്. അത് അഗ്രി കൊടുത്തതിന് ശേഷം ആഡ് ടു വിഷ് ലിസ്റ്റ് കൊടുക്കുക കേട്ടോ. താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനാണ്. നിങ്ങൾക്ക് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തെടുക്കാം. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു സ്ലിപ്പാണ് കിട്ടുക. ഈ സ്ലിപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. കൂടാതെ നിങ്ങൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഏത് ID പ്രൂഫാണ് ഈ രജിസ്ട്രേഷനിൽ കൊടുത്തേക്കുന്നത് ആ ഒരു ID പ്രൂഫും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു PDF-ഉം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്തിട്ട് ഗുരുവായൂർ കല്യാണ സമയത്ത് കൊണ്ടുപോകണം കേട്ടോ. മറക്കരുത്, പ്രിൻ്റ് എന്തായാലും എടുക്കണം. കിഴക്കേ നടയിലാണല്ലോ കല്യാണം നടക്കുന്നത്. അവിടെ തന്നെ ആയിട്ട് ഒരു ടോക്കൺ കൗണ്ടർ ഉണ്ട്. അവിടുത്തെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ചെക്കനും പെണ്ണും കല്യാണത്തിന് പങ്കെടുക്കുന്ന ആൾക്കാരും അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ കയ്യിൽ ഈ പ്രിൻ്റ് എടുത്തേക്കുന്ന ഡോക്യുമെൻറ്റ്സ് അവിടെ ഏൽപ്പിക്കുക. ചെക്കനും പെണ്ണും എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അവരൊരു സ്ലിപ്പ് തരും. അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അവിടെ തന്നെ കൊടുക്കുക. ശേഷം അവർ നമുക്ക് ടോക്കൺ നമ്പർ തരും കേട്ടോ. പിന്നെ ടോക്കൺ ആയി കഴിഞ്ഞാൽ അവർ അകത്തോട്ട് ഇങ്ങനെ വിളിക്കുകയാണ് ചെയ്യാറ്. തിക്കും തിരക്കൊന്നും ഇല്ലാതെ കറക്റ്റ് താലി കെട്ടുന്ന സമയത്ത് അവർ നമ്മളെ ആ മണ്ഡപത്തിൻ്റെ അടുത്ത് എത്തിക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് ഏത് ടൈം സ്ലോട്ട് എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ നേരത്തെ എത്തുകയാണെങ്കിലും അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് എത്തുകയാണെങ്കിൽ ഇവിടുന്ന് ടോക്കൺ എടുക്കാൻ പറ്റും. അതുപോലെ അതിനകത്ത് 8 പേരെയാണ് അകത്ത് കയറ്റാൻ പറ്റുക എന്ന് പറയുന്നത്. പക്ഷേ ഒരു 15-20 പേരായാലൊന്നും പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് പേരായി കഴിഞ്ഞാൽ അവർ അകത്ത് കയറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. താലികെട്ട് കഴിഞ്ഞതിന് ശേഷം വിവാഹ രജിസ്ട്രേഷൻ ഗുരുവായൂർ അമ്പലത്തിലുള്ള വിവാഹ രജിസ്ട്രേഷൻ കൗണ്ടർ വഴി നിങ്ങൾക്ക് അന്ന് തന്നെ ചെയ്യാവുന്നതാണ്. അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കെ സ്മാർട്ട് എന്ന ഒരു വെബ്സൈറ്റ് വഴി സ്വന്തമായിട്ടോ അല്ലെങ്കിൽ അക്ഷയയിലോ പോയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്.